ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 71 സങ്കീർത്തനം 17 തിരുവചനം. ദൈവമേ, ചെറുപ്പം മുതൽ അങ്ങ് എന്നെ പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. പ്രായമായ ഒരു വ്യക്തി ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ജനിച്ച നാൾ മുതൽ ഈ പ്രായമായ അവസ്ഥയിൽ വരെ ദൈവമാണ് എന്നെ പരിപാലിക്കുന്നതെന്നും എന്നെ പരിശീലിപ്പിച്ചത് എൻ്റെ ഗുരുനാഥൻ കർത്താവാണെന്നും വിളംബരം ചെയ്യുന്ന ഒരു ദൈവവചന ഭാഗമാണ്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ ദൈവം കാണിച്ചു തരുന്ന വഴിയെ ഒരു മനുഷ്യൻ നടക്കുമ്പോൾ അവന് വിജയം എപ്പോഴും ഉണ്ടായിരിക്കും. അവൻ്റെ വാർദ്ധക്യകാലത്തും ആ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചാലും എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും അത് ദൈവകൃപയാലാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അങ്ങനെ കഴിയുമ്പോഴാണ് വാർദ്ധക്യത്തിലാണേലും നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാനും ആ ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കുവാനും നമുക്ക് സാധിക്കുക. ഈ ദൈവവചനം നമുക്കെല്ലാവർക്കും ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അവസ്ഥകൾ എന്തായിരുന്നാലും നിരന്തരം ദൈവത്തെ സ്തുതിക്കുവാനും ആ ദൈവമായ കർത്താവ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ നാവ് ഉയർത്തുവാനും നമുക്ക് ശ്രമിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ അവസ്ഥ ഏതായിരുന്നാലും, ചെറുപ്പമായിരുന്നാലും വാർദ്ധക്യമായാലും, നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളുടെ ഗുരുവും ദൈവവുമായ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. ആ ദൈവമാണ് നിങ്ങളെ പരിപാലിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടകലും, നിങ്ങളുടെ വേദനകൾ നിങ്ങളിൽ നിന്ന് മാറും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറും. പിതാവായ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.